പിന്നെ പറയുമ്പോൾ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരാ, കുറച്ച് പോസിറ്റീവ്സും ഉണ്ട്. സോ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ UI മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ A7S3 പോലത്തെ സിമിലർ ഫീച്ചേഴ്സും ഇതിൻ്റെ സൈഡിലുള്ള കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഓൺ സ്ക്രീൻ റെക്കോർഡ് ബട്ടൺ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ്, അത് നമുക്ക് സ്ക്രീൻ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീനിലോട്ട് വരും, സ്വൈപ്പ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ നിന്ന് പോകും. അങ്ങനത്തെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, നേരത്തെ എനിക്ക് കെൽവിൻ അപ് ടു 6000 7000 ആ റേഞ്ച് വരെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ 7M4. ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം 9000 ആയിട്ടുണ്ട് മാക്സിമം കെൽവിൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് അത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതുവരെ അത്രയും യൂസ് ചെയ്ത് നോക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ഇടയ്ക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കിയപ്പം കണ്ട സാധനമാണ്. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമ്മാ ചെയ്ത് നോക്കും. അങ്ങനെയാണ് ഈ സംഭവം ഞാൻ അറിഞ്ഞത്, ഇല്ലെങ്കിൽ അറിയത്ത പോലും ഇല്ലായിരുന്നു. പിന്നെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് തന്നെ മെനുവിൽ കുറേ എക്സ്ട്രാ ഫംഗ്ഷൻ, ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ 1-2 പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ആക്സസിബിലിറ്റിയുടെ സംഭവം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ലോഗിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അസിസ്റ്റ് ഓൺ ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അസിസ്റ്റ് കാണുന്നില്ല. നോക്കിയപ്പോൾ അടുത്ത പേജിൽ ഈ സെറ്റിങ്സ് വന്നപ്പോൾ അത് നേരെ അടുത്ത പേജിലോട്ട് പോയി. പിന്നെ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഓട്ടോ സ്ക്രീൻ റൊട്ടേറ്റ്. പോർട്രേറ്റിൽ എടുക്കുവാണെങ്കിൽ സെറ്റിങ്സ് മൊത്തം പോർട്രേറ്റിൽ എടുക്കേണ്ട രീതിയിലോട്ട് സെറ്റിങ്സിലോട്ട് റൊട്ടേറ്റ് ആവും, ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ, UI മാറിയെന്ന് പറഞ്ഞല്ലോ, അതിൽ വൺ ഓഫ് ദ മെയിൻ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവം, എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഫീൽ ചെയ്ത സാധനം എന്ന് വെച്ചാൽ, എക്സ്പോഷർ കൺട്രോൾ നമുക്ക് ഓൺ സ്ക്രീൻ ടച്ച് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു. S3 പക്ഷേ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്നാൽ ബൈ.